ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഞാനേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മേക്കപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. സാരിയെല്ലാം ഉടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ വെയിൽ സമയമാണ്. ഒരു രക്ഷയില്ലാത്ത വെയിൽ. 4 മണി കഴിഞ്ഞാണ് പുറത്തിറങ്ങുന്നത്. എന്നാലും നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രം പുറത്തിറങ്ങുക. ഓക്കെ, അപ്പം മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് സൺസ്ക്രീൻ. ദിസ് ഈസ് നമ്മുടെ റെജുവിനേറ്റഡ് സൺ ബ്ലോക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏതാണ്ട് തീരാറായി. ആക്ച്വലി പറഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട്. മേടിക്കണം. ഈ ഉദ്ദേശത്തിൽ തന്നെയാണ് ഇറങ്ങുന്നതിൻ്റെ ഒരു കാര്യം. നല്ല കട്ടിക്കൊരു ലെയർ ഇടണം എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ സൺസ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ. സോ ദിസ് ഇസ് സൺ ബ്ലോക്ക് പ്രൊട്ടക്ഷനാണ്. ഇതൊരു പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. റെജുവിനേറ്റഡ് തന്നെ സൺ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇനി മേക്കപ്പിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ചെയ്യാം. ഇനി ഒരു കൺസീലർ, പിന്നെ ഒരു ശകലം എന്താ പറയുക, ഇച്ചിരി ഒരു കോമ്പാക്റ്റും, കണ്ണെഴുതണം, ലിപ്സ്റ്റിക്ക്, ഇത്ര. അങ്ങനെ ഫുൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ 4 മണി കഴിഞ്ഞു, 4:30 ഓക്കെ, 4:30 ഇറങ്ങുന്നു. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി റെജുവിനേറ്റ, ഗോൾഡ്, പിന്നെ എന്താ പറയുക, വെനോറ ഓർഗാനിക്സിനെ കുറിച്ച് ജനറലായിട്ട് എന്നോട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ടല്ലോ. ഞാനാണ് ഏറ്റവും കൂടുതൽ തുടക്കം തൊട്ട്, എനിക്ക് തോന്നുന്നു 2021 ഓൺവേർഡ്സ് ഞാൻ അതിനെക്കുറിച്ചാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും പറയുന്നതും. ഓക്കെ, കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ വേറെ കുറേ കാര്യങ്ങൾ കാണിക്കാറുണ്ടല്ലോ, നമ്മുടെ DIYs അങ്ങനത്തെ കാര്യങ്ങൾ, വൈറ്റമിൻ ഇ ഓയിൽ, വൈറ്റമിൻ സി ഉപയോഗിക്കണം. അപ്പോൾ എല്ലാം ചേച്ചി അപ്പോൾ ഏതാണ് ശരിക്കും ഉപയോഗിക്കുന്നത്, വെനോറയാണോ മറ്റാണോ റെജുവിനേറ്റ് ആണോ, എന്താണ് ചേച്ചിയുടെ റിയൽ ഇത്? ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഇത് റുട്ടീനായിട്ട് ഞാൻ ഈ ഒരു 4-5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഉപഭോക്താവ് തന്നെയാണ്. എല്ലാ ദിവസവും ഇടേണ്ട ആവശ്യമില്ല, 1-2 ദിവസം ഇട്ടാലും മതി. ആദ്യം നമുക്കൊരു റിപ്പയറിങ് സമയമാണെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു പൊസിഷനിലെത്തി നമ്മുടെ സ്കിന്നൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 ആക്കാം. പിന്നെ ഇൻ ബിറ്റ്വീൻ എൻ്റെ DIYs ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഓയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതും ഇടയ്ക്ക് അതാണ് ഞാൻ പറഞ്ഞു, ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റിയലായിട്ട് സ്കിന്നിന് ഇഷ്യൂസൊക്കെ ഉണ്ട്, ഒരുപാട് ചുളുക്ക്, പിന്നെ എന്താ പറയുക, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിന്നെ കുറച്ച് ധാരാളമായിട്ട് ഒരു ഡാർക്ക് ഈ പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർമെൻറ്റ്, സ്കിന്ന് റിജുവനേഷനാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ നടക്കുക. പിന്നെ അവരുടെ തന്നെ 4-in-1 ഒക്കെ നല്ല ഇതാണ്, എന്താ പറയുക, മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫേഷ്യൽ ഇഫക്റ്റ് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സൺസ്ക്രീൻ ഉണ്ട്, സൺ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട്, അതും പല പല കാര്യങ്ങൾ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഉണ്ട്, ഞാനത് ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും എന്നോട് കുറേ പേര്, ഒരു പരിചയമുള്ള ആൾക്കാർ തന്നെ ആവണമെന്നില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ചോദിച്ചു, ചേച്ചി ശരിക്കും പറയുമോ, ശരിക്കും ഇതിന് നല്ലതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ നല്ലതാണ്, നല്ല റിസൾട്ടാണ്, ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ടാണ്. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറൻ്റ് ആണല്ലോ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു 80-90% ആൾക്കാർ എന്നോട് വന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയെന്നാണ്. വളരെ കുറച്ച് ആൾക്കാർക്കായിരിക്കും റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകുന്നത്. അത് ഓരോരുത്തരുടെ സ്കിൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ എത്ര ഡാമേജ് ആണുള്ളത് അതനുസരിച്ചിട്ട്. പക്ഷേ ഇതൊരു ഭയങ്കര റിജുവിനേറ്റിംഗ് ആണ്, ഭയങ്കര നമ്മുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് കുറേ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. പണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണം, ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് അവർക്ക് സ്റ്റോഴ്സ് ഉണ്ട്, കടകളുണ്ട്. അവർക്കിപ്പോൾ ഓൺലൈൻ മാത്രമല്ല സ്റ്റോറായിട്ട് തന്നെയുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്, കേശവദാസപുരത്താണ്. അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ ഞാൻ പോയിരുന്നു. ഇപ്പോൾ അല്ലാതെ ഏതാണ്ട് ഇപ്പോൾ 1 വർഷത്തോളം ആയി തോന്നുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ, പ്രോഡക്റ്റ്സ് മേടിക്കാനുണ്ട്. പിന്നെ ആ സ്റ്റോർ വിസിറ്റ് ചെയ്യാം, ഒന്ന് കാണാം അവരുടെ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്കും അതൊരു ഉപയോഗമാവുമല്ലോ, സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങാനുമുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ എനിക്ക് തോന്നുന്നു തുടക്കം തൊട്ടേ അവർക്ക് സ്റ്റോറുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തുമായി. ഇപ്പോൾ സിംഗപ്പൂരിലും ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതും ഒരു സന്തോഷ വാർത്തയായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ ഈ തുടക്കം തൊട്ട് ഞാനുള്ള ആളാണ് കേട്ടോ, കഴിഞ്ഞ ലാസ്റ്റ് 5 years ആയിട്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഒരുപാട് സെലിബ്രിറ്റീസും അല്ലാത്ത ആൾക്കാരും എല്ലാവരും ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ നല്ല നല്ല റിപ്പോർട്ട്സാണ് വരുന്നത്. ഒരുപാട് പിന്നെ വീഡിയോസ് നമ്മൾ കാണാറുണ്ടല്ലോ. എന്തായാലും എനിക്കിതെല്ലാം സന്തോഷം തന്നെയാണ്. പോയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. 4:30 മണിയായിട്ടും വെയിൽ മാറിയിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കും. ഏതായാലും ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
യെസ്, എത്തിക്കഴിഞ്ഞു. കടയിൽ കയറി നമുക്ക് ഷോപ്പ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഷോപ്പിലെത്തിയിരിക്കുകയാണ് ഫൈനലി. കുഴപ്പമില്ല, എൻ്റെ സാരിയുടെ കളർ നിങ്ങളുടെ ഡ്രസ്സായിട്ട് ഞാൻ അറിഞ്ഞിട്ടല്ല കേട്ടോ, പക്ഷെ ഭാഗ്യല്ലേ കറക്റ്റായിട്ട് വന്നു. ഒരു ഗ്രീൻ ഷെയ്ഡ്. എല്ലാ പ്രോഡക്റ്റ്സും ഇവിടെ കിട്ടും അല്ലേ വാങ്ങാനായിട്ട് സ്റ്റോറിൽ. അതാണ് ഓക്കെ. മറ്റേ ഓൺലൈൻ വാങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രമല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി നൈസ്. സ്കിൻ അനലൈസർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ അറിയാനായിട്ടല്ലേ, എങ്ങനെ ഡ്രൈ ആണോ ഓയിലി ആണോ, ഓക്കെ അതറിയാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് നൈസ്. ഇതൊക്കെ ഇത് കംപ്ലീറ്റ് ആ ഒരു സൈഡിൽ ഫുൾ റിജുവിനേറ്റ് ഗോൾഡിൻ്റെ ഒരു സെക്ഷനാണ് അല്ലേ. ദാറ്റ് ഈസ് അവിടെ കംപ്ലീറ്റ് ആ ഗോൾഡ് സീരീസാണ്. ദിസ് ഈസ് 46+ അല്ലേ, പിന്നെ 32 to 45, 22. ഓക്കെ, 23 വയസ്സ് തൊട്ട് ഉള്ളവർക്ക് ഉപയോഗിച്ച് തുടങ്ങാം അല്ലേ. അതിന് ഓരോരുത്തരുടെ ആ ഏജ് അനുസരിച്ചിട്ടുള്ള ക്രീംസ്. അതിൻ്റെ ആ പാക്കിങ്ങിൻ്റെ കളേഴ്സും ഡിഫറെൻ്റ് ആണ്. നോക്കി 14 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെ ഉള്ളത് ഒരു സെക്ഷൻ. ദാറ്റ് ഈസ് നേവി ബ്ലൂ കളറിൽ, റോയൽ ബ്ലൂ പോലെ. അടുത്ത് വരുന്ന 23 years to 31. യെസ്, ദാറ്റ് ഈസ് ഒരു ഗ്രീൻ കളർ. ദെൻ കംസ് 32 to 45, ബ്ലൂ ആണ്. ആൻഡ് ഫൈനലി ഇതേതാണ് 46. ഓക്കെ, 46 മുതൽ 60 വയസ്സ് വരെയുള്ള. അത് കഴിഞ്ഞാൽ ഇല്ലേ, കഴിഞ്ഞോ? 61. അത് എവിടെയാ? അത് രണ്ടും ഒരേ കളറാണോ അപ്പോൾ? 46. ഓക്കെ ഓക്കെ. ഇതാണ് 60+ അല്ലേ? ഓ, 75 വയസ്സാകുന്നവരെ ഉപയോഗിക്കാം. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. 4-in-1 ഓർഗാനിക് ജെല്ല്. അത് വേറെ, അതാണ് നമ്മുടെ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ മിൽക്കി ആയിട്ട് വരുന്നത്. അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അതും സ്കിൻ ടൈപ്പാണോ? അതും അങ്ങനെയാണോ? നമുക്ക് കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഒരു മിൽക്കി ആയിട്ട് ഇങ്ങനെ വാഷ് ഔട്ട് ആയിരുന്നു. തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് തന്നെ ഇതെല്ലാം. ഞാനിങ്ങനെ എൻ്റെ കുറച്ച് തീർന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് നേരിട്ടൊന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്ന്. ഓക്കെ, നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. മനസ്സിലായി. ഇതാണ് നമ്മളുടെ അല്ലേ 4-in-1 ജെൽ. again that is very nice. 4-in-1 ജെൽ. ഇതാണ് നമ്മളുടെ സ്കിന്നിനെ അനലൈസ് ചെയ്യുന്ന ഇവരുടെ മെഷീൻ. AI ഇൻ്റലിജൻസ് സിസ്റ്റമാണ്. ഇതിന് ഉള്ളിലേക്ക് നമ്മളിങ്ങനെ മുഖം വയ്ക്കുന്നു, അപ്പോൾ അത് അനലൈസ് ചെയ്ത് റിസൾട്ട് പറയും അല്ലേ. എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റും കൃത്യമായിട്ട്. ഓക്കെ ആയോ? തുടങ്ങാറായോ? വെരിഫൈങ്. ഓക്കെ, ഫില്ല് ചെയ്യണം. ഓക്കെ ഓക്കെ, നമ്മുടെ ഫില്ല് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ്. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈറ്റ് കത്തി ഓട്ടോമാറ്റിക്കലി. വാവ്, കൊള്ളാലോ. ഇനി ഇവിടെ കഴിഞ്ഞു. സെക്കൻഡ്സ് അത്രേ ഉള്ളൂ. ഇപ്പോൾ വരണം, വെയിറ്റ് ചെയ്യാണ്. അനാലിസിസ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. എന്തൊക്കെയാണെന്ന് പറയാം. ഓൾറെഡി മോയ്സ്ചറൈസറും മറ്റേ സൺസ്ക്രീൻ, നിങ്ങളുടെ സൺസ്ക്രീൻ തന്നെ പുരട്ടിയിരിക്കുന്നത്. ഓക്കെ, ഫേസിലുള്ള ഗ്രീസാണ് അത്യാവശ്യം ഫേസിലുണ്ട്. പിന്നെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊട്ടക്റ്റഡ് ആണ്, കുഴപ്പമില്ല. പിന്നെ UV എന്ന് പറഞ്ഞ പിഗ്മെന്റേഷനും അത്യാവശ്യം എൻ്റെ ഫേസിലുണ്ട്. 49 ആണ്, അതിപ്പോൾ കുറയ്ക്കണം, 17ലേക്ക് കൊണ്ടുവരണം. ഓക്കെ, പിന്നെ UV എന്ന് പറഞ്ഞ പോസുകളാണ്. അപ്പോൾ ഈ റിസൾട്ട് അവർ മെയിലായിട്ട് അയച്ച് തരും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ മെയിൽ ID കൂടി ഇതിൽ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അങ്ങനെ ഫാസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഏകദേശം ഒരു ധാരണയായി. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം കേട്ടോ. സ്റ്റോർ വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലേ, എല്ലാവർക്കും വന്നാലും ചെയ്യാൻ പറ്റും. ഇത് ഫ്രീ അല്ലേ ചെയ്യാൻ? ഓക്കെ, ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്ന് വാങ്ങും. നമ്മളിപ്പോൾ ഓൺലൈനാണല്ലോ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റോറുണ്ടെന്ന് കുറേ പേർക്ക് അറിയാമായിരിക്കും, പക്ഷെ അറിയാത്തവരും ഉണ്ടാവും. കേശവദാസപുരം ജംഗ്ഷനിൽ തന്നെയാണ്
വളരെ ഈസി ആയിട്ട് വരാം. സാഫ്രൺ പ്ലസ് 14 ഹെർബ്സ്, ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് നൈറ്റ് റിപ്പയർ ബ്യൂട്ടി എലിക്സർ. ഇറ്റ്സ് അഗെയിൻ നൈസ്. ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. ഇറ്റ്സ് ഓൾസോ വെരി നൈസ്. ചെറിയ കുട്ടികൾക്ക് വരെ ഉള്ള ക്രീമുണ്ട് ഇവിടെ. ബേബി ചാം എന്ന് പറഞ്ഞിട്ട്. ദിസ് ഇസ് അഗെയിൻ അണ്ടർ ഐ ജെൽ സെറം. ഇതും ഏജ് ഡിഫൈങ്. എനിക്ക് തോന്നുന്നു അണ്ടർ ഐ റിങ്കിൾസും ഡാർക്ക് സർക്കിൾസും ഒക്കെ പോകാനുള്ളതാണ് അത്, ആ സെറം. സോപ്പുകൾ ഗ്രേപ്പ് സീഡ് ഓയിലും പല ടൈപ്പ് അല്ലേ. ഇത് പാം റോസ പ്ലസ് ഗ്രേപ്പ് സീഡ് ഓയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് സാഫ്രോണിൻ്റെ ഉണ്ട്. സാഫ്രോൺസും നല്ല മണം. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സും കൂടി എടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്കും കാണാൻ പറ്റുന്ന വിശേഷങ്ങൾ. ഡയറക്റ്റായിട്ട് വരിക, സ്കിൻ അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു എന്തെങ്കിലും റിപ്പയർ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ പറയും, സജസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് വാങ്ങേണ്ടതെന്ന്. പക്ഷേ ഇത് നിങ്ങൾ വേറെ സംശയമൊന്നും വേണ്ട. റെജുവിനേറ്റ ഗോൾഡിന് ഏജ് വൈസ് തന്നെയാണ് അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഏജ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഏതാണോ അത് വാങ്ങിച്ചാൽ മതി. ആൻഡ് അഗെയിൻ 4-in-1 അത് ഓൾ സ്കിൻ ടൈപ്പ് അല്ലേ. 4-in-1 എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. 4-in-1 ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യുന്നതല്ല, നല്ല ഫേഷ്യൽ എഫക്റ്റാണ്. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഇടയ്ക്ക് ആഴ്ച 2 പ്രാവശ്യം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സമ്മർ ടൈമിലും ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. നല്ല പാക്കിങ്ങുമാണ് ഇത്. നോക്കിയാൽ വെനോറ ഓർഗാനിക്സ് ഇവരുടെ ഗ്രീനാണ് കേട്ടോ ടോട്ടൽ തീം. അപ്പോൾ താങ്ക് യു. പിന്നെ ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന 4-in-1 ആണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് 4-in-1, പിന്നെ നമ്മുടെ റെജുവിനേറ്റ ഗോൾഡിൻ്റെ ഒരു കാര്യം. പിന്നെ ഞാൻ അല്ലാണ്ട് ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു സോപ്പ് വാങ്ങിച്ചു, നല്ല മണമായിരുന്നു. അത് നമ്മുടെ സാഫ്രൺ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നൈസ്. ആൻഡ് ഓക്കെ, അപ്പോൾ ഇറങ്ങുന്നു. ഓക്കെ, പോയിട്ട് വരാം. ബൈ. ഇതിനകത്ത് വരുമ്പോൾ തന്നെ ഒരു കൂൾ ഫീലാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു സൊല്യൂഷനാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം തോന്നും. നമുക്ക് തോന്നും ഓക്കെ പരിഹാരമാണ് എന്ന്. അതായത് അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഏത് കാര്യത്തിനും ഒരു കൺസിസ്റ്റൻസി വേണം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അത് കോൺസ്റ്റൻ്റ് ആയിട്ട്. ഇപ്പോൾ ഞാൻ പറയാം ആഴ്ചയിൽ 3 ദിവസമാണെങ്കിൽ ആ 3 ദിവസം ആഴ്ചയിൽ ഉപയോഗിക്കുക. 1-2 ആണെങ്കിൽ അങ്ങനെ. നമ്മൾ എന്താണ് പാറ്റേൺ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ പാറ്റേണിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി റിസൾട്ട് നിങ്ങളെ തേടിയെത്തും. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും സ്കിൻ കെയർ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. 75 വയസ്സ് വരെ സ്കിൻ കെയർ ചെയ്താൽ മതി എന്നാണ് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പറയുന്നത്. പക്ഷേ 75 ഇയേഴ്സ് വരെ കെയർ ചെയ്താൽ തന്നെ 80 വയസ്സാകുമ്പോഴും നന്നായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ 14 വയസ്സ് തൊട്ട് തുടങ്ങുകയാണ് അല്ലേ, 14 ഇയേഴ്സ് ആണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും എല്ലാ കാറ്റഗറി ഓഫ് ഏജ് ഗ്രൂപ്പിലും നമുക്ക് റെജുവിനേറ്റയുടെ പല വെനോറ ഓർഗാനിക്സിൻ്റെ ഇഷ്ടംപോലെ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇഷ്ടംപോലെ ലിപ് ബാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊന്നും വാങ്ങിച്ചില്ല. ബട്ട് യു ക്യാൻ, ആർക്ക് വേണമെങ്കിലും വരാം. ഹെയർ റിലേറ്റഡ് ആയിട്ടും ഓയിലും ഷാംപൂ, മൈൽഡ് ഷാംപൂസ്, കണ്ടീഷണർ എല്ലാം കിട്ടും. ഓക്കെ, വരാനും പാടില്ല. കാറൊക്കെ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ജംഗ്ഷനിൽ തന്നെയാണ് കേശവദാസപുരം. നിങ്ങൾക്കിപ്പോൾ കൊച്ചിയിലുണ്ട്, തൃശ്ശൂർ ഓൾറെഡി ഉണ്ടായിരുന്നു, കൊല്ലത്തുണ്ട്, പിന്നെ ഇപ്പോൾ സിംഗപ്പൂറും സ്റ്റാർട്ട് ചെയ്തു അല്ലേ, ഞാൻ അറിഞ്ഞു. ഓക്കെ, എന്നാൽ നടക്കട്ടെ. താങ്ക് യു. യെസ്, മൈ കാർ ഇസ് വെയിറ്റിംഗ്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നിട്ട് നമ്മുടെ 4-in-1 കൊണ്ട് ഒരു ചെറിയൊരു മിനി ഫേഷ്യൽ ചെയ്യാം. ഓക്കെ, ഇത് നോക്കിയേ എവിടെ നിൽക്കുന്നത്. കേശവദാസപുരം ജംഗ്ഷൻ പോയിൻ്റ് ഒരു റൗണ്ട് അബൌട്ട് ഉണ്ടല്ലോ, സർക്കിൾ, അതിൻ്റെ ഈ സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇറ്റ്സ് വെരി ഈസി. ഇവിടെ അത്യാവശ്യം കാറൊക്കെ ഇവിടെ വേണമെങ്കിൽ ഇടാം, ഇങ്ങോട്ട് കയറ്റി ഇടാൻ വേണമെങ്കിൽ. അത് നമ്മൾ വെനോറ ഓർഗാനിക്സിൻ്റെ ഷോപ്പിൽ പോയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മേടിച്ചു. ആക്ച്വലി പറഞ്ഞാൽ ഈ 4-in-1 എൻ്റെ കയ്യിൽ ഉണ്ട്, തീർന്നിട്ടില്ല, പക്ഷേ തീരാറായി. ഓക്കെ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു 2-3 പ്രാവശ്യത്തേക്കും കൂടി വരും. എങ്കിലും മേടിക്കുമ്പോൾ എല്ലാം മേടിക്കാമല്ലോ. അതും മേടിച്ചു. നൈറ്റ് ക്രീമും മേടിച്ചു. ഓക്കെ, ദാറ്റ് ഇസ് ഗോൾഡ് സീരീസ് റെജുവിനേറ്റ. അത് തീർന്നിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് പറഞ്ഞ പോലെ കുറച്ച് ബാക്കിയുണ്ട്. ഇങ്ങനെ കുറച്ച് ബാക്കിയുള്ളപ്പോൾ പോയി മേടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പോണു, അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാം സ്റ്റോറും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ പോയ കാര്യമൊക്കെ ഷൂട്ട് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത പരിപാടി തുടങ്ങാം. ഇതിപ്പോൾ 4-in-1 ഒരു 5 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കുറച്ച് അത്യാവശ്യം തിക്കായിട്ട് ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തീരാറായി, കുറച്ചെടുക്കാം. ഓക്കെ,
തീരെ കുറയ്ക്കണ്ട. അത്യാവശ്യം വിലയുള്ള കാര്യമാണെങ്കിലും ആ വില ഉള്ളത് എന്തുകൊണ്ടാണ് അത്രയും നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ട്. സോ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇതുപോലെ ഒരെണ്ണം മേടിച്ചാൽ എനിക്ക് തോന്നുന്നൊരു ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒരുപാട് ദിവസത്തേക്ക് വരുമല്ലോ. ഒരു 2-3 മാസത്തേക്ക് ഇത് മതിയാവും. ഒരു 2 മിനിറ്റിന് നല്ല ചെറിയൊരു അപ്വേർഡ് മൂവ്മെൻറ്റ്സിലൊരു മസാജ് കൊടുക്കുക. അപ്വേർഡ് മൂവ്മെൻറ്റ്സ് തേച്ചിട്ട് അപ്വേർഡ് മൂവ്മെൻറ്റ്സ് മസാജ്. കണ്ണിൻ്റെ അടിഭാഗം വരെ ആകാം, പക്ഷേ മുഖത്ത് വെള്ളമൊന്നും പാടില്ല. ക്ലീൻ ഫേസ് ആയിരിക്കണം, വാഷ് ആൻഡ് വൈപ്ഡ്. നല്ലതായിട്ട് 2 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്യാം. അപ്വേർഡ് മൂവ്മെൻറ്റ്സ് കഴുത്തിലും കൂടി ശരിക്കും പറഞ്ഞാൽ ഇടണം. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ ഏകദേശം 2 മാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ 2 ദിവസം ഇടുക, അത് മതിയാവും. അപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് കിട്ടും. നമ്മുടെ ഒരു റിജുവിനേഷൻ പ്രോസസ്സാണ്. പിന്നെ സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം ഇട്ടാലും മതി. രാത്രി ക്രീം ഇടുകയും പിന്നെന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒക്കെ പുരട്ടുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഓയിൽ മസാജ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ 1 ദിവസമായാലും മതി. 2 മിനിറ്റ്സ് മസാജ് കഴിഞ്ഞു. യെസ്, ഇനി വെയിറ്റ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളമാണെങ്കിൽ നല്ല ലൂക്ക് വാം വാട്ടറിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാല് പോലെ ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം 20 മിനിറ്റ്സ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു. ഓക്കെ, ആവശ്യത്തിനെല്ലാം അതിൻ്റെ ഗുണം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വാഷ് ചെയ്യാം. ചെറിയ ലൂക്ക് വാം വാട്ടറിലാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ലൂക്ക് വാം വാട്ടർ, ചെറു ചൂടുവെള്ളം നോക്കിക്കോളൂ. ജസ്റ്റ് ലൈക്ക് മിൽക്ക്. ഇനി ഇത് വാഷ് ചെയ്യാം. Wow, see the difference? നല്ല മാറ്റമില്ലേ? എനിക്ക് നല്ല മാറ്റം തോന്നുന്നു. നല്ല ഫ്രഷ് ആൻഡ് റിജുവിനേറ്റഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആകും. പ്ലസ് നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും. നല്ല മോയ്സ്ചർ ഫീൽ ചെയ്യും നമുക്ക്. ഡ്രൈനെസ് ഒക്കെ പോയി ഡള്ളായിട്ട് വന്ന സ്കിന്നിനെയൊക്കെ നല്ല ബ്രൈറ്റാക്കി. എക്സലൻറ്റ്. ഈ ഒരു സമ്മർ സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് പോലെ ഇരിക്കും. ഓക്കെ, നന്നായിട്ട് സ്കിന്ന് നോക്കുന്നവർക്ക് ആഴ്ചയിൽ 1 ആയാലും മതി. ദിസ് ഇസ് നൈസ്. ഹാപ്പി. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കണ്ണാടി വെക്കട്ടെ. യെസ്, ഇതെൻ്റെ പല ഫ്രെയിംസുകളിൽ ഒരെണ്ണം മാത്രമാണ്. എനിക്ക് ഇടയ്ക്ക് കുറേ ഭയങ്കര ക്രൈസായിരുന്നു പല ഫ്രെയിംസ് വാങ്ങാനായിട്ട്. ആ സമയത്ത് ഒരുപാട് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, പണ്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ കുറച്ച് എന്താ പറയുക ഗ്ലാസസിൻ്റെ ഫ്രെയിംസും പല ഡിഫറെൻറ്റ് ഗ്ലാസസ്. അതിൽ ഇപ്പം ഞാൻ അലമാര തപ്പിയപ്പോൾ കുറേ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒരെണ്ണം എടുത്ത് വെച്ചു. ഇതെല്ലാം പവർ ഗ്ലാസ് ആയിട്ട് പവർ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം തന്നെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് കഴിക്കുന്നു. വാങ്ങിച്ചിട്ടില്ലാത്തവരൊക്കെ ചെയ്ത് നോക്കുക. ഇഷ്ടമാവും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോൾ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.